ഹായ് ഗൈസ്, എല്ലാവർക്കും ARJ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റിയാക്ഷൻ വീഡിയോ ആണ്, മറ്റൊന്നുമല്ല, നമ്മുടെ മണിച്ചിത്രത്താഴിന്റെ ടീസർ വന്നിട്ടുണ്ട്. ഒരു ലാലേട്ടൻ പടത്തിന്റെ അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ബെറോസിന്റെ ഒരു അപ്ഡേറ്റ് ഇന്ന് കിട്ടും, നാളെ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. സെപ്റ്റംബർ 12-ാം തീയതി പടം റിലീസ് ആകുന്നുണ്ട്. കൂടെ ഇറങ്ങുന്ന ഗോട്ടിന്റെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അതാണെങ്കിൽ ഭാസ്കറിന്റെ ഒക്കെ ഫസ്റ്റ് സിംഗിളും ടീസറും സെക്കൻഡ് സിംഗിളും ഗോട്ടിന്റെ തേർഡ് സിംഗിൾ ഇറങ്ങാനായിട്ട് പോവുകയാണ്. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കില് ഗോട്ടിന്റെ തേർഡ് സിംഗിൾ ഒരു ഡാൻസ് നമ്പർ ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു തേർഡ് സിംഗിൾ ഇറങ്ങാൻ പോകുന്നു. അപ്പം ബെറോസിന്റെ കൂടെ ഇറങ്ങുന്ന പടങ്ങളുടെയൊക്കെ അപ്ഡേറ്റ് കൃത്യസമയത്ത് കിട്ടുന്നുണ്ട്. പക്ഷെ ബെറോസിന്റെ മാത്രം ഒരു അനക്കവും ഇല്ല. പാൻ ഇന്ത്യൻ റിലീസാണ്, വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞാൽ മാത്രം പോരാ, ആ ഒരു രീതിയിലുള്ള പ്രൊമോഷൻ കൂടി ആ പടത്തിന്റെ ഭാഗത്ത് നിന്ന് വേണം. പക്ഷേ അത് കിട്ടുന്നില്ല. എന്നാലും ഈ ലാലേട്ടൻ പടത്തിന്റെ അപ്ഡേറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ദേവദൂതൻ, അതേ കണക്ക് മണിച്ചിത്രത്താഴ്, ഇതേ കണക്കത്തുള്ള പടങ്ങൾ, റീ റിലീസ് പടങ്ങളുടെ അപ്ഡേറ്റുകൾ മാത്രമാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ദേവദൂതൻ ഈ വരുന്ന 26-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്നു. മണിച്ചിത്രത്താഴ് ഈ ചിങ്ങം 1-ാം തീയതി, അതായത് ഓഗസ്റ്റ് 17-ാം തീയതി റിലീസ് ആകാനായിട്ട് പോകുന്നു. എന്തായാലും മണിച്ചിത്രത്താഴിന്റെ ഈ ഒരു ടീസർ നമുക്കറിയാം. മണിച്ചിത്രത്താഴിന്റെ ഒരു ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് നമ്മൾ ഇത്രനാൾ ടിവിയിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഹൈ ക്വാളിറ്റി വെർഷൻ 4K ഡോൾബി അറ്റ്മോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെർഷൻ ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. അപ്പൊ അതിന്റെ ഒരു ടീസർ വന്നിട്ടുണ്ട്. ക്വാളിറ്റി എത്രത്തോളം ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്, ആ ഒരു പിക്ചറിന്റെ ക്വാളിറ്റി ആയിട്ടോ. സിനിമ വേറെ ലെവലാണ്. മലയാളത്തിന്റെ സ്വന്തം മണിച്ചിത്രത്താഴ് എന്ന് തന്നെ പറയാനാണ് എനിക്കിഷ്ടം. കാരണം മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് മണിച്ചിത്രത്താഴ്. ഹൊററും ഫാന്റസിയും കോമഡിയും എല്ലാം കൂടി ചേർത്തിണക്കിയ ഒരു അത്ഭുതം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പൊ എന്തായാലും ആ ഒരു സിനിമയുടെ പുതിയ ടീസർ, ശരിക്കും പറഞ്ഞാൽ പഴയ സിനിമകളുടെയൊക്കെ ടീസറും ട്രെയിലറുകളും ഒക്കെ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. പക്ഷേ ഇപ്പം റീ റിലീസുകളുടെ കാലമായതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും മണിച്ചിത്രത്താഴിന്റെ ആ ഒരു ടീസർ ഒന്ന് കണ്ടു നോക്കാം. മണിച്ചിത്രത്താഴ് ഒഫീഷ്യൽ ടീസർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാണുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്തായാലും നമുക്ക് ആ ടീസർ ഒന്ന് നോക്കാം. റെഡി? ക്വാളിറ്റി ഇടൂ. 150 വർഷങ്ങൾക്ക് മുമ്പാണ് മന്ത്രവിധി പ്രകാരം ചിത്രപ്പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്ന മുറികളാണ് അവിടെ. എന്തായാലും എനിക്ക് ആ മുറിന്ന് തുറന്നു കാണാം. വിലക്കപ്പെട്ട മുറിയായിരുന്നു. ഇനിയിപ്പോ എന്തൊക്കെയാ പറഞ്ഞാന്ന് ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയോ? പറഞ്ഞാൽ വിശ്വസിക്കോ? ശബരിമല ശാസ്താവാണ്, ഹരിഹര സുതനാണ് സത്യം. ഇത് ചെയ്തവളെ ഞാൻ കൂട്ടും. മണിച്ചിത്രം പൂട്ടിട്ട് ഞാൻ കൂട്ടും. മണിച്ചിത്രത്താഴ് ഫാസിൽ ഫിലിം. ഇൻ തിയേറ്റേഴ്സ്. എന്റെ മോനെ പൊളി. പിക്ചർ ക്വാളിറ്റി ഒക്കെ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. മണിച്ചിത്രത്താഴ് ഈ ഒരു രീതിയിൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഏതൊക്കെ പടം റീ റിലീസ് ചെയ്താലും മണിച്ചിത്രത്താഴ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 30 വർഷത്തോളം ഒക്കെ കഴിഞ്ഞ് പടം റിലീസ് ആയിട്ട്, അപ്പം ഇത്രത്തോളം പിക്ചർ ക്വാളിറ്റി ഇമ്പ്രൂവ്ഡ് ആയിട്ട് ഈ ഒരു പടം കാണാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഈ ഒരു ടീസർ ഓടിച്ച് അതിന്റെ പിക്ചർ ക്വാളിറ്റി എല്ലാം കിഡിലിനായിട്ടുണ്ട്. എന്തായാലും ഡോൾബി അറ്റ്മോസിൽ 4K ഈ ഒരു പടം കാണാനായിട്ട് കാത്തിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടം കഴിഞ്ഞ കേരളീയം വേദിയിലൊക്കെ റിലീസ് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടതാണ്. ആ ഒരു ക്യൂവും ഈ ഒരു പടം മാത്രം കാണാനായിട്ട് തടിച്ചുകൂടിയ ജനങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും എത്ര തവണ കണ്ടാലും മതി വരാത്ത ഒരു സിനിമയാണ്. സോ ഈ ഒരു പടം പുതിയ ഒരു അനുഭവത്തിൽ, പിക്ചർ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ പുതിയൊരു സൗണ്ട് ഡെഫിനിഷനിൽ തിയേറ്ററിൽ കാണാനായിട്ട് കാത്തിരിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പൊ റീ റിലീസുകളുടെ കാലമാണ്. ദേവദൂതൻ റിലീസാകുന്നു, സ്ഫടികം റിലീസായി. ലാലേട്ടൻ പടങ്ങളാണ് കൂടുതൽ ഇങ്ങനെ റീ റിലീസ് ചെയ്യുന്നതെങ്കിലും എനിക്കൊരു പടം റീ റിലീസ് ചെയ്ത് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 90s കിഡ്സിനൊക്കെ അതൊരു ശരിക്കും ഒരു നൊസ്റ്റു ആയിരിക്കും സാധനം. CID മൂസ ഇതേ കണക്ക് 4K ഡോൾബി അറ്റ്മോസ് ആക്കിയിട്ട് ഹൈ ക്വാളിറ്റി കണ്ടന്റ് ആക്കിയിട്ട് തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇതേപോലെ റീ റിലീസ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള സിനിമകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കുക. ചുമ്മാ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് കണ്ടിരിക്കാമല്ലോ. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ കണ്ടിരിക്കും. ബൈ ബൈ.